പിങ്ക് ജമന്തി ഇത് ഭംഗിയെന്ന് നോക്കിയാൽ ചേഞ്ചായിട്ട് വ്യത്യസ്തമായിട്ട് തോന്നിയാണ്ടോ. ബിഗോണിയ ഫുൾ ഫ്ലവറിങ് ബിഗോണിയ. എന്തെങ്കിലും പ്രശ്നങ്ങളും ഒക്കെ നമ്മളെല്ലാവരും ഉണ്ടാവും. ദൈവം നമുക്ക് മറവി തന്നിട്ടുള്ളത് ചില കാര്യങ്ങളൊക്കെ മറന്നു കളയാൻ വേണ്ടി. വലിയ റോസാപ്പൂവിൻ്റെ ഒക്കെ അതേ വലുപ്പത്തിൽ അല്ലെങ്കിൽ അതേപോലെ ഒരു മയിലിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിങ്ക് വൈറ്റ് ഏറ്റവും നന്നായിട്ട് തോന്നിയത് മെറൂൺ ആണ്. മെറൂൺ അതുപോലെ 100 രൂപയ്ക്ക് കാണാൻ പറ്റിയ ഏറ്റവും വെർത്തായ ഒരു കാര്യമാണ്. ഹായ്, ക്രിയേറ്റീവ് ഗാർഡൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെന്നുള്ളത് ബാംഗ്ലൂർ ലാൽബാഗിലുള്ള നമ്മുടെ ഓഗസ്റ്റ് മാസം 8-ാം തീയതി ആരംഭിച്ച് 19-ാം തീയതി അവസാനിക്കുന്ന ഒരു ഫ്ലവർ ഷോ ആണ്. ഫ്ലവർ ഷോ എന്നൊക്കെ പറഞ്ഞാൽ പൂക്കളെയും ചെടികളെയും സ്നേഹിക്കുന്നവർക്ക് അതിമനോഹരമായ കാഴ്ച നമുക്കൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ഈ പുറയിൽ കാണുന്ന ഈ ആർച്ച് മാത്രം നോക്കൂ. ശരിക്കും ബിഗോണിയും അതേപോലെ ജമന്തിയും അതേപോലെ പിറ്റോണിയും അതേപോലെ ബോൾസും ഇത്രയും സാധനങ്ങൾ മാത്രം കൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് ഇത് അലങ്കരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ കാഴ്ചകൾ നമുക്ക് മനോഹരമായ കാഴ്ച, ശരിക്കും കാഴ്ചയൊന്നും ആസ്വദിക്കാൻ പറ്റിയൊരു കാലാവസ്ഥയിലല്ല നമ്മുടെ വയനാട്ടുകാരെന്നൊക്കെ നമുക്കറിയാം. അല്ലെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ വളരെ മോശമാണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ അത് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വീഡിയോ ഇടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു മാനസികാവസ്ഥ അങ്ങനെയാണ്. പക്ഷെ പിന്നീട് ചിന്തിച്ചപ്പോൾ ഒരുപാട് ആളുകൾ വിളിക്കുമ്പോഴൊക്കെ അവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ അത് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ല, മറ്റുള്ള കാര്യങ്ങളിലും എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഗ്രീൻ ഹെവൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എത്ര ഏക്കർ സ്ഥലം എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല, അത്രത്തോളം ഉണ്ട്. അത്രയും ഭാഗമാണ്. ഇതെങ്ങനെ ഇങ്ങനെ വെൽ മെയിൻറ്റൈൻ ആയിട്ട് കൊണ്ടുനടക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത്. അത്രയും അതേപോലെ പുതിയ പുതിയ നിർമ്മിതികൾ വരുന്നുണ്ട്. എല്ലാം എവിടെ നോക്കിയാലും നല്ല പ്ലാന്റുകളൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ശരിക്കും ഇൻഡസ്ട്രി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു അതിശയമാണ്. കാരണം ചെറിയ സംഭവത്തിന് പോലും പൈസ വാങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്രയും വലിയൊരു ടൗണിൽ ഇത്രയും ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇങ്ങനെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ വെച്ച് ചെണ്ടുമല്ലിയൊക്കെ നോക്കി ഇത് ഭംഗിയ സീനിക, വേറെ വ്യത്യസ്തമായ സീനിക, നല്ല ഭംഗിയുള്ള സീനികയാണ്. അതായത് ശരിക്കും ഫ്ലവർ ഷോയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കാനറ ബാങ്ക്, IDB ബാങ്ക് അല്ലെങ്കിൽ ഓരോ സ്ഥാപനങ്ങളൊക്കെ ഇങ്ങനെ ഓരോ സെറ്റ് ചെയ്തിരിക്കുകയാണ്, ഓരോ പോർഷൻ എടുത്തിട്ട്. എന്നിട്ട് അവർക്ക് പ്രൈസ് ഉണ്ട്, അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പ്രൈസുകൾ അറേഞ്ച് ചെയ്ത് അങ്ങനെ കൊടുക്കുകയാണ്. ഒരു നല്ല ഭംഗിയായിട്ട് ഏറ്റവും കൂടുതൽ നല്ല ഡെക്കറേറ്റ് ചെയ്ത് നല്ല അലങ്കരിക്കുന്ന ആ ഒരു ഇതിന് ഓരോരുത്തർക്കുള്ള രീതിയിൽ അവിടെ ഒരു ബുക്സൊക്കെ വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെയാണ് ഇതാ നമ്മുടെ ടെക്കോമൊക്കെ കൂട്ടിലാക്കിയിട്ട് ചെറിയ സിമെൻറ്റ് പോട്ടിലാക്കിയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇമ്പോട്ടല്ലാതെ റിവേഴ്സ് നടന്നു പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. പുറകോട്ട് മാത്രം സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെന്ന് തോന്നുന്നു. സെലനോപ്സിസിൻ്റെ ഒക്കെ ഭയങ്കര വ്യത്യസ്തമായ കളക്ഷൻസ് കാണുന്നുണ്ട്. ഇത് കണ്ടോ, ഭയങ്കര ഭംഗിയാണ്. സിറ്റോണിയസ്, പിട്ടോണിയ, അതേപോലെ തന്നെ നമ്മുടെ എയർ പ്ലാന്റ്, സ്പാനിഷ് മോസൊക്കെ ചട്ടിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും സക്സസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടി മാത്രം ചെയ്തിട്ടുള്ളതാവുന്നതാവാം. ഇതേ നമ്മുടെ ആന്തൂറിയംസ് ഒക്കെ വെറൈറ്റി, ഇതൊക്കെ ഒരു 10-50 ചട്ടികളുണ്ട് കേട്ടോ. കാരണം ഒരു ചട്ടിയല്ല, വലിയ പോട്ടിലേക്ക് കൊണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ വാൻഡയൊക്കെ ഉണ്ട്, ഓർക്കിഡ്സ് വാൻഡൊക്കെ ഇഷ്ടം പോലെ. ഇത് ഞാൻ കണ്ടിട്ടില്ല, ഇത് കാണാത്തൊരു പ്ലാന്റാണ്. എന്തായാലും നല്ല രസമുണ്ട്. ആന്തൂറിയത്തിൻ്റെ അതേപോലെ തന്നെയാണ്, ആന്തൂറിയം ഫാമിലി ആവാനാണ് സാധ്യത കൂടുതൽ. അതിൻ്റെ ലീഫിൽ വരെ നല്ല വെരിഗേറ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ അങ്ങോട്ട് നോക്കും, ഒരുപാട് വെറൈറ്റി. നല്ല ഈ ഇപ്പോൾ ചൈനീസ് ബാൾസിൻ്റെ ഒക്കെ ഒരു ഭയങ്കര വെറൈറ്റി തന്നെയുണ്ട്. ചൈനീസ് ബാൾസ് ഡബിൾ ലെയർ കട്ടിങ് ഉള്ളതും അതേപോലെ സിംഗിൾ. നേരത്തെ നമ്മളൊക്കെ അവിടെ കണ്ടതിൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ച് ഉള്ള ലീഫ് വെരിഗേറ്റഡ് ആയിട്ടുള്ള, അതായത് ഇതിൻ്റെ ഈ ഫ്ലവറിൻ്റെ അതേ കളർ തന്നെയാണ് എൻ്റെ ലീഫ് വെരിഗേറ്റഡ്. അതിൻ്റെ ലീഫ് കണ്ടോ, ഒരു പിങ്ക് ഷെയ്ഡാണ്. അതുപോലെ തന്നെ ആ കാണുന്നതൊക്കെ ഫ്ലവർ കൊണ്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഈ കാണുന്നത് മുഴുവൻ ഫ്ലവർ തന്നെയാണ്. ഇത് കണ്ടോ, ഇവിടുന്ന് ഇപ്പോൾ ഇവിടെ ഫുള്ള് കളറിങ് ബിഗോണിയാസ് ഉണ്ട്. ബിഗോണിയയുടെ അതേ സൈഡിൽ തന്നെ അവിടുന്ന് ഇപ്പുറത്തോട്ട് വന്നാലും അത് തന്നെയാണ്. ഇപ്പോൾ നമ്മളിവിടെ ബോൾസ്, ചൈനീസ് ബോൾസ് കുറേ കണ്ടു. പക്ഷേ ഭയങ്കരമായിട്ട് ചേഞ്ചായിട്ട് വ്യത്യസ്തമായിട്ട് തോന്നിയാണ്ടോ. ബിഗോണിയ ഫുൾ ഫ്ലവറിങ് ബിഗോണിയ കണ്ടോ, ഫുൾ വലിയ റോസാപ്പൂവിൻ്റെ ഒക്കെ അതേ വലുപ്പത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വലുപ്പത്തിൽ ഫ്ലവറിങ് ബിഗോണിയ കണ്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട്. ഒരുപാട് കളേഴ്സും ഉണ്ട് കേട്ടോ. അത് കോളിയാസിൻ്റെ ഒക്കെ ഒരു കളക്ഷൻ കണ്ടോ. നോർമൽ കോളേജ് തന്നെയാണ്, പക്ഷെ ഭയങ്കര രസത്തിൽ ഒരു സൈഡിൽ മൊത്തം അത് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പനയുടെ കൊല കണ്ട, പനങ്കൊല്ല കൊണ്ട് പോലും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റ് നമുക്കൊക്കെ ഓർമ്മയുണ്ടാവും. നമ്മൾ ഊട്ടിയിൽ പോയപ്പം
ഒരു ഇതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, മോർണിംഗ് വൈബായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഈ അംബേദ്കർ പ്രതിമയുടെ ആ ശരിക്കുള്ള രൂപം ഇത് കാണുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഫ്ലവർ കൊണ്ട് അലങ്കരിച്ചതിന് ശേഷം കാണുന്ന ഒരു ദൃശ്യം ഇതാണ്. ഇതാ പിങ്ക് ജമന്തി, ഇത് ഭംഗിയെന്ന് നോക്കിയേ. എന്താ പിങ്ക്, വൈറ്റ്. ഏറ്റവും നന്നായിട്ട് തോന്നിയത് മെറൂണാണ്. മെറൂൺ നല്ല രസമായിട്ടുണ്ട്. ഇതാ മെറൂൺ അധികം അങ്ങനെ ശ്രദ്ധയിൽപ്പെടാത്തൊരു കളറാണ്. ഇത് 2-3 കൂടെ വരുമ്പോഴുള്ളൊരു ഭംഗി നോക്കും. ജമന്തി, പിങ്ക്, സാൽവിയൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ജമന്തിൻ്റെ മെറൂണാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് തോന്നി. അതേപോലെ ബിഗോണിയയുടെ ഫ്ലവറിങ്, വലിയ വലിയ ഫ്ലവറുകൾ. ഇതാ ഡാലിയേൻ്റെ ഒരു ഇതേപോലെ തന്നെ ഓരോന്നും പോട്ടിൽ തന്നെയാണ്. ആ പോട്ടിൽ വെച്ച് ആരോ പോലെ ഇങ്ങനെ ചെയ്തിരിക്കുകയാണ്. ജമന്തി കൊണ്ട് തന്നെ അത് ശരിക്കും പറിച്ചിട്ടില്ല കേട്ടോ, ഒക്കെ പോട്ടിൽ തന്നെയാണുള്ളത്. ഓരോ പോട്ടിൽ തന്നെയാണുള്ളത്. പോട്ടിൽ വെച്ച് സെറ്റ് ചെയ്തിരിക്കുക. അതാണ്ട അതേപോലത്തെ പോട്ടുകൾ തന്നെയാണ്. കോളിയാസ് നമ്മൾ നമ്മുടെ തിരുഹൃദയം കോളിയാസ് എന്നൊക്കെ പറയുന്നത് തന്നെ. ആ കോളിയാസിന് ശേഷം ഇങ്ങോട്ട് കണ്ട നല്ല രസമായിട്ടുള്ള വേറൊരു കളർ കേട്ടോ. ശരിക്കും ആ മെറൂണിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ കളറ്. നല്ല വൈറ്റ് ഉണ്ട്, ഇത് നല്ല രസമായിട്ട് തോന്നി. പിന്നെ ഇതാ ഇവിടെയൊക്കെയുള്ള എല്ലാം ഫ്ലവർ കൊണ്ട് തന്നെയാണ്. ഇത് ഓർക്കിഡ്സൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് തള്ളിയിരിക്കുക. ഈ സാധനമാണ് ഭയങ്കര അതിശയം തോന്നുന്നത്. ലൈവ് പ്ലാന്റ് തന്നെ നന്നായിട്ടുണ്ട്. ഇതാ മാഗ്നിഫിക്, അതേപോലെ നമ്മുടെ വലിയ ഫേൺസൊക്കെ ഉണ്ട്. ഇതാ മൊസാണ്ടൻ്റെ നല്ല വെറൈറ്റി ഉണ്ട്. വിക്ടോറിയ, നമ്മുടെ തെച്ചി ഉണ്ട് ഇഷ്ടം പോലെ. ഇവിടെ നിന്ന് ഫ്രൂട്ട്സിൻ്റെ ആണ് കേട്ടോ. കുറേ ഫ്രൂട്ട്സും ഫലവൃക്ഷങ്ങളും കാട്ടിലുണ്ടാവുന്നതും കൂടെ ആയിട്ടുള്ളത്. ഇതാ ഇവിടെ ഇങ്ങനെ സാൽവിയാസിൻ്റെ നല്ലൊരു ഏരിയ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫീൽ ചെയ്തിട്ടുള്ളത് ഇത് തന്നെയാണ്. ഈ ബിഗോണിയ ഞെട്ടിച്ച് കളഞ്ഞു. ഭയങ്കര ചേഞ്ച് ആയിട്ടുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. എല്ലാം ഇൻഡോറാണ് കേട്ടോ. ഫുൾ ഗ്ലാസ് ഹൗസ് എല്ലാം ഉണ്ട്, ഉള്ളിലാണ്. ഇതാ നമ്മുടെ പഴയ കമ്മൽ ചെടി അതുണ്ട് ഒക്കെ. നമുക്ക് ശരിക്കും ഇത് നമ്മുടെ ഡോങ്കി ടൈലും ബ്രോ സ്റ്റൈലിൻ്റെ ഒക്കെ ഒരു അപരനായിട്ട് തോന്നും നമുക്ക്. പക്ഷേ ഇത് നമ്മുടെ പനയുടെ കൊലയാണ് കേട്ടോ, പനംകൊല. അതേപോലെ ഇതാ ഈ സ്റ്റാള് ഉല്ലാസ് അഗർബത്തി എന്ന് പറയും. നേരത്തെ നമ്മൾ ബാങ്കുകളുടെ കണ്ടു, ഇതിപ്പോൾ ഉല്ലാസ് അഗർബത്തി എന്ന് പറയുന്ന അവരാണ് ഈ സംഭവം സെറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ ഒരു സ്റ്റാള് പോലെ അവർ ചെയ്തിരിക്കുന്നത്. രസമുണ്ട് സംഭവം. ഇത് ടെമ്പിളിൻ്റെ ഒരു രൂപമായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരു ടെമ്പിൾ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇതിവിടെ ഒരു സ്തൂപത്തിൻ്റെ അതേ മാതൃകയിൽ തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ KRSൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്ത് എല്ലാം അതേ രൂപത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള ചെയ്തിട്ടുള്ളതാണ് ഒക്കെ അതിൻ്റെ തന്നെ. അങ്ങനെ ഓരോരുത്തരും ഓരോ കമ്പനിക്കാർ, അതേപോലെ ഓരോ ബാങ്ക്, അങ്ങനെയുള്ള സംഭവം. ഇതാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ്. അംബേദ്കറിൻ്റെ കുറേ സ്റ്റാച്ചുകളും ഇതൊക്കെയുണ്ട്. ഇത് ഭയങ്കര രസമായി. ശരിക്കും ലൈഫുള്ളതാണ്. ആ ലീഫ് കെട്ടി വെച്ചിരിക്കുന്ന ലീഫ് മാത്രമേ വലിപ്പമില്ലാത്ത ഒറിജിനൽ അല്ലാത്തുള്ളൂ. മീൻസ് ആ വലിയ ലീഫുകൾ മാത്രം, ബാക്കിയുള്ളത് ഒറിജിനൽ തന്നെയാണ്. ഇതും അംബേദ്കറിന് തന്നെയാണ്. വേണ്ട ഇത് നമ്മുടെ കമ്മൽ ചെടീൻ്റെ തന്നെ ഒരു 4 എല്ലാ കോർണേഴ്സിലും ഇതേപോലെ ഓരോ പ്ലാന്റ് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. മറ്റേ സൈഡിൽ നമ്മുടെ ഇത് ബോൾസാണ്, ചൈനീസ് ബോൾസ്. അപ്പോൾ സീനിയയുടെ 2 വെറൈറ്റി കൊണ്ട് ശരിക്കും ഇതും ഒരു കോർണറിൽ തന്നെയാണ്. ഓരോ കോർണറിലും അവരിങ്ങനെ ഭയങ്കര ഗംഭീരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ കോർണറിൽ അങ്ങനെ ഒരു ഇതാണെങ്കിൽ ഈ കോർണർ വേറെ തികച്ചും വ്യത്യസ്തമാണ് എല്ലാ പ്ലാന്റുകളും. അതാണ് എൻ്റെ മാറ്റം. ഡാൻസിങ് ഡോളിൻ്റെ പ്ലാന്റ് കണ്ട, കുറച്ച് വിരിഞ്ഞു കുറച്ച് എന്ത് ബുഷിയായിട്ടാണ് നോക്കുന്നത്, നല്ല ഭംഗിയായിട്ടുണ്ട്. അതൊരു വ്യത്യസ്തമായ കാഴ്ചയായിട്ട് തോന്നിയിട്ട് ആ ചെറിയ പോട്ടിൽ നന്നായിട്ടുണ്ട്. ചെമ്പരത്തിയും ചൈനീസ് ബോൾസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ക്ലൈമറ്റ് ഗുഡാണെന്ന് തോന്നുന്നു ചൈനീസ് ബോൾസിന്. സൽവിയാസും ഒക്കെ ഉണ്ട്, എല്ലാം ഇവിടെ നന്നായിട്ടുണ്ട്. ഇതും ഒരു രൂപം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ദേവസ്ഥാനം, അതായത് അമ്പലവും അതിനോട് ചുറ്റുള്ള ഗ്രാമമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്.
വീണ്ടും കോളിയാസ് അങ്ങേ കോർണറിൽ കണ്ടോ ഒരു സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടുന്ന് അതേപോലെ തന്നെ ഇവിടെയും കണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ. ഇതും ചൈനീസ് ബോൾസിൻ്റെ ഡബിൾ പെറ്റൽ, നല്ല രസമുള്ള കളേഴ്സ് കേട്ടോ. അതേപോലെ തന്നെ കോർണർ ടു കോർണർ കണ്ടോ എല്ലാം ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലവേഴ്സൊക്കെ കണ്ടിട്ട് കണ്ണ് നിറയുന്ന രീതിയിലുള്ളൊരു കാഴ്ച, ഇത്രയും സൂപ്പറായിട്ടുണ്ട് വേണ്ട. ഈ ഒരു സ്റ്റാളിൽ കൂടുതലും നല്ല വ്യത്യസ്തമായ പ്ലാന്റുകളാണ് കണ്ടത്. കൂടുതലും വെറൈറ്റി ആയിട്ടുണ്ട്. സാധാരണ സ്റ്റാളിൽ കാണുന്നതിനെക്കാട്ടിലൊക്കെ ഭംഗിയുള്ള വ്യത്യസ്തമായ കുറച്ച് പ്ലാന്റുകളുണ്ട്. കുറേ കാണുന്നതുമുണ്ട്, എന്നാലും കാണാത്ത കുറേ പ്ലാന്റുകളുണ്ട്. ഇവർ കൂടുതലും കളറിലും നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാ ഉള്ള പ്ലാന്റുകളാണെങ്കിലും കളറൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ സ്റ്റാളിൽ ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാളിൽ വളരെ വ്യത്യസ്തമായ കുറച്ച് പ്ലാന്റുകൾ, അതേപോലെ കളർ കോമ്പിനേഷൻ കുറച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ സെബ്രീന മാൽവോ എന്നാണ് കണ്ടത്. എന്തായാലും വളരെ വ്യത്യസ്തമായിട്ട് തോന്നി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ കളറും ഇഷ്ടമായി, അതേപോലെ പ്ലാന്റും നല്ല ഭംഗിയുണ്ട്. നല്ല കോണേഴ്സ്. ഇത് ശരിക്കും നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു ഹാളോ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് കോണിലിങ്ങനെ സിമ്പിളാണ്, എന്നാൽ ഹമ്പിളുമാണ്. എല്ലാം ജമന്തി കൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ ജമന്തിക്ക് താഴെ ഗ്രീൻ ഇല്ലാത്തതുകൊണ്ട് ഗ്രീൻ കളർ അടിച്ചിട്ടുണ്ട്, മേലെ വൈറ്റ് അത് തന്നെയാണ്. അതുപോലെ തന്നെ മുകളിൽ ഓറഞ്ചായിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മളെ റോസാപ്പൂ തന്നെയാണ് ഒറിജിനൽ. അവിടെ നിന്ന് ഇങ്ങോട്ട് പോത്തോസാണ് ഫുൾ, അതിൻ്റെ ബോർഡർ ഫുള്ള് ഗോൾഡൻ പോത്തോസും നിയോൺ പോത്തോസും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഭംഗിയായിട്ടുണ്ട്. എന്തായാലും നല്ല ജമന്തി, പർപ്പിള്, അതേപോലെ മെറൂൺ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ റോസ് കൊണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ജമന്തി. ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് വ്യത്യസ്തമായിട്ട് തോന്നിയൊരു കാര്യമുണ്ട്. നമ്മുടെ സ്പൈഡറിൻ്റെ ലീഫ്, കുറച്ച് വണ്ണുള്ള ലീഫ് വെച്ചിട്ട് നമ്മുടെ തെങ്ങിൻ്റെ ഓല, കുരുത്തോല കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇത് ശരിക്കും നമ്മുടെ സ്പൈഡറിൻ്റെ ലീഫാണ്. ഇതേ മൊത്തം ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെയ്യാനും ഭയങ്കര എളുപ്പമായിട്ടുണ്ടാവും. ഇത് കണ്ട, ഫുള്ള് കണ്ട. ഇതിപ്പോൾ സ്പൈഡറിൻ്റെ ലീഫ് ഒരു ഇഞ്ച് വീതിയൊക്കെ ഉള്ളൂ. ശരിക്കും ഇത് കുറച്ചുകൂടെ വീതിയുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് വെച്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ പിന്നെ ഡ്രസ്സീനൻ്റെ വ്യത്യസ്തമായ കളേഴ്സും ഡിസൈൻസൊക്കെ വരുന്നുണ്ട്. അത് കുറച്ച് വലുപ്പത്തിൽ വീതിയിൽ വേണമെന്നുള്ളവർക്ക് ആ രീതിയിലും ഒക്കെ ഒന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നി. ഇപ്പോൾ ഡ്രസ്സീനൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഡ്രസ്സീന വെറുതെ ഓപ്പണായിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ സെൻട്രലാണ് വെരിഗേഷൻ വരുന്നതെങ്കിൽ സൈഡിൽ വെരിഗേഷൻ വരുന്ന വെറൈറ്റി ഒക്കെ ഉണ്ട്. അത് ഏതാണെന്ന് ചൂസ് ചെയ്താൽ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കിട്ടും. ഇത് ശരിക്കും നമ്മുടെ സാധാ തെങ്ങിൻ്റെ കുരുത്തോല തന്നെയാണ് കേട്ടോ. ഇതിങ്ങനെ ഫുള്ള് കപ്പിൽ നമ്മുടെ പോത്തോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പോത്തോസ് സെറ്റ് ചെയ്തതിൻ്റെ ഇപ്പുറത്തെ ഉള്ളിൽ കണ്ട ശരിക്കും നമ്മുടെ സിങ്കോണിയം പിങ്ക് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അവിടെ നിന്ന് ഇങ്ങനെ റോസ് ഉണ്ട്. റോസ് പോലെ തന്നെ നമുക്ക് വെൽവെറ്റ് റോസ് ഉണ്ട്, നമ്മുടെ കോഴിപ്പൂ എന്നൊക്കെ പറയുന്നത്. അതിൻ്റെയൊക്കെ കുറച്ച് നല്ല വ്യത്യസ്തമായ കളേഴ്സ് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ല സൂപ്പർ കളേഴ്സ് ഉണ്ട്, നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. അതിൻ്റെ 2 വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ വേറൊരു ടൈപ്പ് വെറൈറ്റി, അതിലേക്ക് നമുക്ക് എത്താം. നന്നായിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്ലോസപ്പ് ഷോട്ട് നമുക്ക് കിട്ടുമെന്ന് നോക്കാം. വേണ്ട, ഡയലിയാൻ്റെ സൂപ്പർ കളക്ഷൻസ്. ഓറഞ്ച് ഉണ്ട്, യെല്ലോ ഒക്കെ ആയി വരുന്നു. യെല്ലോയുടെ ഒരു ശരിക്കൊരു കൂട്ടം തന്നെ ഇപ്പുറത്ത് നല്ല ഭംഗിയുണ്ട്. നല്ല വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകൾ. അവിടെ നിന്ന് ഇങ്ങനെ കോർണറിൽ നിന്ന് ഒഴുകി വന്ന പോലെ തന്നെയുള്ള കണ്ടോ, ഇതിങ്ങനെ ശരിക്കും ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ച. നല്ല സൂപ്പറായിട്ട് ഫ്ലവർ ആയിട്ടുണ്ട്. രണ്ടും ഒരേ കളർ ഫ്ലവർ ആണെങ്കിലും അതിൻ്റെ ലീഫിനുള്ള കളർ ചേഞ്ച് വ്യത്യാസം കൊണ്ട് തന്നെ ഭയങ്കര വേറൊരു വ്യത്യസ്തമായൊരു പ്ലാന്റായിട്ട് തോന്നില്ല. രണ്ടും കൂടെ തമ്മിൽ വ്യത്യാസം. അപ്പോൾ ഫ്ലവേഴ്സ് കാണണമെന്നുണ്ട് ധൈര്യമായിട്ട് പോരാ കേട്ടോ. ഇത്രയും സൂപ്പറാണ്. ഇതിങ്ങനെ പോന്നു കഴിഞ്ഞാൽ ലാൽബാഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു അമേസിങ് തന്നെയാണ് കേട്ടോ. ലൈഫിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ഫംഗ്ഷൻ വന്ന് എപ്പോഴെങ്കിലും കാണുക. അത് ഇടയ്ക്കിടയ്ക്ക് കൂടെ പറയുന്നതല്ല, ഓരോന്നും വന്ന് ചെയ്യുമ്പോഴും നമ്മളിങ്ങനെ ഓരോന്നും അവിടെ കാണണമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും മിസ്സാക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാണ്ട് ഇത് കണ്ടാലേ ലൈഫ് ഉണ്ടാവുള്ളൂ എന്നൊന്നുമല്ല. ശരിക്കും കാണാനൊരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും
ഒരു എന്താ പറയുക, ഒരു നഷ്ടബോധം തോന്നാത്ത രീതിയിൽ കണ്ട് പോകാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. ഇത് കണ്ടോ, നല്ല രസമായിട്ടുള്ള ആർച്ചുകൾ. ശരിക്കും ബിഗോണിയ, ജമന്തിയുടെ തന്നെ വേറെ ടൈപ്പിൽ. അതേപോലെ ബാൾസൊക്കെ ഭയങ്കര കളർഫുള്ളായിട്ടുണ്ട്, നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട്. ആർച്ച് സൂപ്പർ ആർച്ച്. അതിൻ്റെ ഇടയ്ക്ക് ഓരോ പോട്ടിലിങ്ങനെ പ്ലാന്റുകൾ കൊണ്ടുവന്ന് നിരത്തി വെച്ചിട്ടുണ്ട്. മനോഹരങ്ങളായ കാഴ്ചകളാണ് കേട്ടോ. ഇത് ശരിക്കും ഒരു പോട്ട് എങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, ശരിക്കും കമ്പി വളച്ചിട്ട് അതിൽ ഗ്രീൻ നെറ്റ് കെട്ടിയിട്ട് ആ ഗ്രീൻ നെറ്റിൻ്റെ ഉള്ളിൽ ശരിക്കും വലിയ വലിയ പോട്ടുകൾ, അതായത് ഒരു 8 ഇഞ്ചും 6 ഇഞ്ചും ഒക്കെ ഉള്ള പോട്ടുകളെ അടുക്കി, ഇങ്ങനെ മൊത്തം ഫ്ലവറിങ് ഉള്ള പോട്ടുകൾ അടുക്കി വെച്ചിരിക്കുകയാണ്. എന്തായാലും ഭയങ്കര ഭംഗി. ഏകദേശം നമ്മൾ വിദേശത്തൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെയാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളത് കൂടുതലും. ഇതേപോലെ ഓരോ സർക്കിൾസാണ് കേട്ടോ, ഭയങ്കര രസം. സാൽവിയാസും നമ്മുടെ സാധാ സിംഗിൾ പെറ്റൽ ബോൾസും കൂടി ചെയ്തിട്ടുള്ളതാണ്. നല്ല ഭംഗിയായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഇത് കണ്ടോ, ശരിക്കും ഭയങ്കര രസമാണ്. ഇതാ അതുപോലെ തന്നെ അവിടെയും ഉണ്ട് ഇങ്ങനെ ശരിക്കും മരം കൊണ്ട് ചെയ്തു വെച്ചിട്ടുള്ള ഒരു വെൽക്കം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇങ്ങനെ വെൽക്കം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ശരിക്കും ഒരു കൂപ്പുകയാണ് കാണുന്നത്. ഇത് കണ്ടോ, അപ്പോൾ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു. അതേപോലെ ഒരു മയിലിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് കാക്കപ്പൂവും കുറച്ച് ബിഗോണിയും കുറച്ച് വാൾസും അങ്ങനത്തെ കുഞ്ഞു 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 ചെടികൾ വെച്ചിട്ട് എന്ത് മനോഹരമായിട്ട് ചെയ്തിട്ടില്ല. അതേപോലെ ഒരു ട്രീ ഒക്കെ സെറ്റ് ചെയ്ത് ആ ട്രീയിലൊക്കെ ഒരുപാട് വ്യത്യസ്തങ്ങളായ ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത്, പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നമ്മളെല്ലാവരും ഉണ്ടാവും. ദൈവം നമുക്ക് മറവി തന്നിട്ടുള്ളത് ചില കാര്യങ്ങളൊക്കെ മറന്നു കളയാൻ വേണ്ടിയിട്ടായിരിക്കാം. അതല്ലെങ്കിൽ എത്ര മറന്നാലും ഓർമ്മിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിലൊക്കെ ഉണ്ടാവാം. പക്ഷേ കുറച്ച് എല്ലാ കാര്യങ്ങളിലും അങ്ങനെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഒരു മീഡിയം രീതിയിൽ നമുക്ക് അതിനെയൊക്കെ മറികടന്ന് ജീവിക്കാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. അതുപോലെ 100 രൂപയ്ക്ക് കാണാൻ പറ്റിയ ഏറ്റവും വെർത്തായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ 7 മണിക്കും 9 മണിക്കും ഇടയിൽ ഇവിടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ അങ്ങനെ ഒരു അവസരങ്ങളുണ്ടെങ്കിൽ അത് ഒരിക്കലും മിസ്സാക്കാതെ കാണാനാണ് പറയാനുള്ളത്. വീണ്ടും പറയുന്നു, പ്രതിസന്ധികൾ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും, വലിയ വലിയ പ്രശ്നങ്ങളും എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. അതൊക്കെ മറക്കാനും മറികടക്കാനും നമുക്കൊക്കെ സാധിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.